ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഒരു എന്താ പറയുക റിയാക്ഷൻ വീഡിയോ അല്ല, വേറെ ഒന്നല്ല. എൻ്റെ ഷോപ്പിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, അതിനെക്കുറിച്ച് പറയാനാണ്. പല സംഭവങ്ങളും ഒരു സ്ഥാപനം തുടങ്ങിയാലും നമുക്ക് പല സംഭവങ്ങളും ഉണ്ടാവും. ആ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ടിട്ട് പല എന്താ പറയുക സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ. അപ്പം അതിലൊരു സിറ്റുവേഷൻ, ഇത് ഞാൻ അങ്ങോട്ട് പോയി കയറി അറ്റാക്ക് ചെയ്തതല്ല, ഇങ്ങോട്ട് വന്നിട്ട് സഹായം ചോദിച്ച് വന്നവർക്ക് സഹായം കൊടുത്ത് പ്ലസ് നമുക്കും അതിലെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും എന്നുദ്ദേശിച്ചിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. നല്ല കാര്യം എന്ന് വെച്ച് ചെയ്തതിന് എനിക്ക് കിട്ടിയ പാര എന്ന് പറയാം. സംഭവം എന്താ വെച്ചാൽ, ഈ പെരുന്നാളിൻ്റെ കുറച്ച് മുന്നായിട്ട് ഒരു സ്ത്രീ എന്നോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങളെവിടെയാണ് വീട്, ആരാണ്, നിങ്ങളുടെ അഡ്രസ്സ് എന്താണ്, ഇങ്ങനെയൊക്കെ ഷോപ്പിൽ വന്ന് പലരും അങ്ങനെ ചോദിക്കും. നാട്ടുകാരാണോ, എവിടെയാണ്, ഇവിടെ ഇപ്പോൾ വന്നതാണോ, അത് എത്രയായി കാലം, അങ്ങനെയൊക്കെ ഓരോ ചോദിക്കും. അതേപോലെ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് നമ്മളറിയാം, ഏകദേശം നമ്മളടുത്ത് തന്നെയാണ്, അവരുടെ റിലേഷൻ ഉണ്ട്, ഷോപ്പുണ്ട്. അപ്പം അവിടേക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ട് വരുന്നതാണ്. അപ്പം ആ വകുപ്പിൽ കൂടെ നമ്മൾ നല്ലോണം അറിയുന്നതാണ്. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാപ്പ തന്നെയാണ്. അപ്പം ഞാനത് ഇനി വെറുതെ അവരെ കൂട്ടി കിഴക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ പറയണം. അപ്പോൾ ആ അവരിലൂടെ നമ്മൾ അറിയുന്നുണ്ട്, നമ്മളെ അവർ എപ്പോഴും കാണുന്നതാണ്. വരുമ്പോൾ ആ ഷോപ്പിലേക്ക് വരുമ്പോൾ ഒക്കെ നമ്മളെ കാണുന്നതും അങ്ങനെയുള്ളൊരു മുഖപരിചയവും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള പരിചയമൊക്കെ ഉണ്ട്, വന്ന് പോക്കൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആളാണ് പിന്നെ വീണ്ടും ചോദിക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചു, ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽ ഉണ്ട് എൻ്റെ അടുത്ത് മാക്സിൻ്റെ. അപ്പം ഞാനത് എനിക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു, വീട്ടിൽ വെച്ച് ഞാൻ വിറ്റിരുന്നു. ഇപ്പം ഞാൻ കമ്പ്യൂട്ടറിൻ്റെ എന്തോ പഠിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഇപ്പം അത് നിർത്തി വെച്ചു. അപ്പം ഞാൻ അത് പോകുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യുമോ, നിങ്ങളതൊന്ന് വിറ്റ് തരുമോ എന്ന് വെച്ചു. നിങ്ങൾ എടുക്കുമെന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞേ, ഞാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മോഡൽ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഫാഷൻ ചുരിദാറും ഇതൊക്കെ ഒന്നല്ല, നൈറ്റി പോലും മോഡൽ മാറിക്കഴിഞ്ഞാൽ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പം പറഞ്ഞ് മോഡൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റെഡി ക്യാഷ് തന്നിട്ട് അത് വാങ്ങാൻ പറ്റില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളൂ, ഞാൻ ഡിസ്പ്ലേ ചെയ്യാം, അതുപോലെ ഞാൻ എടുത്ത് വെക്കാം, ഞാൻ സെയിൽ മാക്സിമം ഞാനത് പ്രൊമോട്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങളത് വിറ്റ് തരാം. അതിൽ എനിക്ക് നിങ്ങൾ ഹോൾസെയിൽ പ്രൈസിന് തരണം, പിന്നെ ഞാൻ എൻ്റെ ഒരു തുകയ്ക്ക് ഞാൻ വിറ്റോളാം എന്നും പറഞ്ഞു. അപ്പോൾ അവർക്കത് ഡീല് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും വന്നു, കുറഞ്ഞടുപ്പിച്ചിട്ട് 2 ദിവസം വിട്ട് വന്നു. പെരുന്നാളല്ല കേട്ടോ, നോമ്പാണ്. അപ്പോൾ ആ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതേപോലെ പിന്നെ വീണ്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം പറഞ്ഞതിന് ഞാനിങ്ങനെ പറഞ്ഞു ചെയ്തല്ലോ. അപ്പോൾ പിന്നെയും പറഞ്ഞു, ഞാൻ കൊണ്ടുവരട്ടാ, നാളെ മറ്റന്നാളെ കൊണ്ടുവരാമെന്നാണ്. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ, സ്റ്റിച്ച് ചെയ്യുന്നിടത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റിച്ചിങ്ങും കൂടെ അതിൽ കൂടി നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. ഇവരെന്നിട്ട് പിന്നെ ഒരു ദിവസം അവളും അവരുടെ ഹസ്ബൻഡും കൂടെ കൊണ്ടുവന്നു മാക്സി. ഒരു കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ റേറ്റ് ഇട്ടു. ഡയറിയിൽ അവരെന്നെ എല്ലാം എഴുതി, ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും പ്രൈസ് എത്രയെന്ന് പറഞ്ഞിട്ട് എല്ലാം ഓരോ അതിൻ്റെ കമ്പനി നെയിമൊക്കെ അതിൽ എഴുതി എല്ലാം ആഡ് ചെയ്ത് ടോട്ടലി ആക്കി അവർ പോയി. അങ്ങനെ പിന്നെ കിടക്കാൻ ദിവസങ്ങളില്ല. റമദാൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളതായിട്ടുള്ള മാക്സികളുണ്ട്. ഇത് വന്നത് കാരണം നമുക്ക് ചെറിയ ഷോപ്പാണ്, നിങ്ങൾക്കറിയാലോ, നമുക്ക് റാക്ക് പരിമിതിയാണ്, കുറച്ചുള്ളൂ. അപ്പോൾ ഇത് ഒരു 50 മേലെ ഉണ്ടായിരുന്നു. അപ്പം 50 അല്ല, 48-49 പീസ് ഉണ്ടായിരുന്നു 50 ഉള്ളിൽ. അപ്പോൾ ആ പീസും നമ്മളടുത്തുള്ള ഓൾറെഡി പീസും എല്ലാം കൂടെ പിന്നെ ടീമുകൾ കൊണ്ടുവരുന്ന എല്ലാം കൂടെ വെക്കാനൊരു സൗകര്യമില്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു, ഇക്ക പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ വേറെ വാങ്ങണ്ട, ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വിറ്റ് കൊടുക്കുക, അവർക്കും കിട്ടി നമുക്കുമായി എന്നുള്ള ഒരു ഇതിൽ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വേറെ എടുത്തില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ അറിയാം, അവരൊക്കെ വേറെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പോയിട്ടില്ല. കാരണം ഇതെങ്ങനെയുണ്ട് പോയി കഴിയട്ടെ, അവർക്കൊരു ഉപകാരം നമുക്കൊരു ഉപകാരം. പ്ലസ് നമ്മൾ അത്രയും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒരാൾ 20-30 എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒന്ന് എടുത്തില്ലെങ്കിൽ അവർ അങ്ങനെ ഇറങ്ങിപ്പോകും. അത് കൂട്ടത്തോടെ അവൻ ചിലപ്പോൾ വരിക. പിന്നെ നമ്മൾ ഈ അടിക്കാനിരിക്കണോടത്ത് എണീച്ചിട്ടാണ് ഇതെല്ലാം മടക്കി വെക്കേണ്ടത്, കാണിച്ചു കൊടുക്കേണ്ടത്, വെക്കണമൊക്കെ. അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. അവർ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ എന്താ, ഞാനിവിടെ നോക്കുന്നത് എന്താ വെച്ചാൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഞാൻ കറക്റ്റിൻ്റെ ബാക്കിൽ കൊണ്ട് വന്നതാണ്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു, മെഷീനൊക്കെ തന്നെ വന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കണ്ട് കാര്യങ്ങൾ പറയാം. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞത് ഇത് ചെയ്തുകൊണ്ടിരിക്കണ്ട, സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം പോകുന്നുണ്ട്, അവരതും നമ്മളതും അങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സംഭവം അവരത് പോകുന്നതിനനുസരിച്ച് കുറച്ച് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ പകുതി എന്ന് മീൻസ് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ 500-ആയിട്ടും 1000-ആയിട്ടും ഒക്കെ അങ്ങനെ അയച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് പിന്നെന്താ പറയുക സ്റ്റക്കായി. കാരണം നമുക്ക് അറിയാലോ, നാട്ടിൻപുറത്താകുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ അയൽവാസികളും മറ്റുള്ളവരും ഒക്കെ വരുമ്പോൾ ലക്ഷം കടൊക്കെ പറയും. അപ്പോൾ
അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിനും ഉണ്ട്. ഇന്നിപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ അടിച്ചത് ഇന്നും ബാലൻസ് ആണ് തരാൻ. പലരും പുറത്ത് പോയവരുണ്ട്, പിന്നെ ഇവിടെ നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് കുറച്ച് ടൈറ്റും ബുദ്ധിമുട്ടും ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെന്താ ചെയ്യുക, അടിച്ച് മേടിക്കാൻ പറ്റില്ലല്ലോ. ഇത് കയ്യിൽ കിട്ടുന്നവരെ അവർ ആ വാക്ക് പറയുന്നില്ല. ആ കഴിഞ്ഞതിന് ശേഷം, കൈ കിട്ടി കഴിഞ്ഞ് പോയതിന് ശേഷമാണ്, പോകുമ്പോഴാണ് പറയുക. പിന്നെ നമ്മളെന്താ പിടിച്ച് മേടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഈ സംഭവം ഇവർ ഇതിൻ്റെ ഇടയിൽ വിഷു ഉണ്ടായിരുന്നു. വിഷുവിന് സാധനങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല, പർച്ചേസിംഗ് ഒന്നും അധികം നടന്നിട്ടില്ല. ടോപ്പുകളാണ് പോയത്. ഞാൻ ചെയ്ത് വെച്ചിരുന്ന ടോപ്പുകളൊക്കെ പോയി. മാക്സി അധികം പോയിട്ടില്ല. അവർക്ക് പിന്നെ ഹാഫ് സ്ലീവ് ആണല്ലോ, അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ കുറച്ച് കൊണ്ടുവന്നിരുന്നു. ഇവരുടെയൊക്കെ ഫുൾ സ്ലീവാണ്. അങ്ങനെ എന്നിട്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാം, ഫാനൊക്കെ ഇട്ടിട്ട് മൈക്കില്ല, ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. ജസ്റ്റ് നമ്മളെ സ്റ്റോറിയാണ് പറയുന്നത്. കണ്ടന്റ് വേറെ ആരുടെ പച്ചരിച്ചൊന്നുമല്ല. അത് പറ്റൂലേക്കാരം മറ്റുള്ളവർക്ക്. എന്നാലും ഞാൻ പറയണം എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വിഷു കഴിഞ്ഞിട്ടൊന്ന് വന്നു. അപ്പം ഞാൻ പറഞ്ഞ് പോയിട്ടില്ല, സാധനങ്ങളൊന്നും അധികം പോയിട്ടില്ല. പോയതും ചിലതൊക്കെ റിട്ടേൺ വന്നിട്ടുണ്ട് പറ്റാഞ്ഞിട്ട്. പിന്നെ വേറെ എൻ്റെ പിന്നെ മാക്സിമം എടുത്ത് പോയത്, അതായത് ടീമിന് പറ്റുന്നത് വേറെ എടുത്തിട്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് റിട്ടേൺ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വന്നോ എന്ന് പറഞ്ഞ് ഇവള് വന്നപ്പോൾ. അപ്പോൾ പൈസ ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ക്യാഷ് ഇനി തരട്ടോ എന്നും പറഞ്ഞു. ഞാൻ വിചാരിച്ച് വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വലിയ പെരുന്നാൾക്കും കൂടെ നോക്കിയതിൻ്റെ ശേഷം വെറുതെ കണക്ക് എന്താണെന്ന് വെച്ചാൽ തീർത്ത് കൊടുക്കും ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോവുക. അവർ എഗ്രിമെൻ്റ് ഒന്നും എഴുതിയില്ല, ഇത്ര മാസത്തിനുള്ളിൽ ഇന്ന ലെവലിൽ ഇത് നിങ്ങൾ വിൽക്കണം, ഇത്ര മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വിറ്റ് തരണം, നിങ്ങൾ പിന്നെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ വെക്കുള്ളൂ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറയേണ്ട ആവശ്യമില്ല, നമ്മളങ്ങനെയാണ് വാങ്ങൂല സംഭവം. നമ്മളിപ്പം പിന്നെ പല ആൾക്കാരും ഇൻസ്റ്റാൾമെൻറ്റിന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. മാക്സി തുണികൾ മറ്റുള്ളതൊക്കെ വാങ്ങുന്നുണ്ട്. ഷോപ്പുകളിലൊക്കെ ഇറക്കി കൊടുക്കുന്നുണ്ട് പലരും. ഞാനും ആദ്യമൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഉണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കും, ഇല്ലെങ്കിൽ അവർ തിരിച്ചു പോകും. ആഴ്ചക്കും മാസത്തിലൊക്കെ അവർ വന്നിട്ട് പോകുന്നതുകൊണ്ട്. അപ്പോൾ വീടുകളിലും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. അതേപോലെ ഇവരെ സാധനം കെട്ടിക്കിടക്കുന്നത്, വീട്ടിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന സാധനം, പോവാത്ത സാധനം നമ്മളോട് വന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം നമ്മൾ പിന്നെ ഡിസ്പ്ലേ ചെയ്യലും ആൾക്കാർ വന്ന് കാണിച്ചു കൊടുക്കലും അതിന് പ്രൊമോട്ട് ചെയ്യലും. ഞാൻ എൻ്റെ മാക്സി പോലും ഞാൻ മാറ്റി വെച്ചിട്ട് വെറുതെ കണ്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഇതാവുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവർ തിരിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാനിതെല്ലാം വിറ്റിട്ട് ക്യാഷ് മുക്കി വെച്ചിരിക്കുകയാണ്, കൊടുക്കണില്ല എന്നുള്ളൊരു എന്തൊക്കെയോ അവരുടെ മനസ്സിൽ, അതായത് അവരെ ഒരു അപകർഷതാബോധം അല്ലെങ്കിൽ അവരുടെ വിവരക്കേട് അല്ലെങ്കിൽ അവരുടെ മനസ്സ് അങ്ങനെ ആയിരിക്കും. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ എന്താ, നന്മ ചെയ്തതാണെന്ന് അത് തിന്മയായിട്ട് മാറി. മാത്രമല്ല നമുക്ക് പേര് കേട്ടും ചെയ്തു കള്ളത്തിൽ നിന്ന്. എന്നിട്ട് ഇന്ന് ഈ പിന്നെ ഞാൻ 2000 രൂപ അയച്ചു കൊടുത്തിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് ആകെ പോയിക്കുന്നത് ഒരു 24 പീസാണ് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുള്ളൂ. ബാക്കി അതിൽ ബാലൻസ് അവിടെ കിടക്കുന്നത്. ഇത് പുള്ളിക്കാരത്തി വരുമ്പോൾ അധികം കാണില്ല. അപ്പോൾ പിന്നെ എന്നോട് ലാസ്റ്റ് അവൾ വന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം വന്നപ്പോൾ അവൾ വരുമ്പോഴൊക്കെ മിക്കവാറും കാര്യങ്ങളൊന്നും വ്യക്തമായി പറഞ്ഞില്ല. അപ്പം ബാപ്പാനടുത്തേക്ക് ഷോപ്പിലേക്ക് വരുമ്പോൾ ഒന്നിവിടെ കയറുന്ന കുട്ടികളായിട്ട് കളിപ്പിക്കുന്നു, പോണ് അവൻ്റെ ഉമ്മ ആരെങ്കിലും വരുന്ന അങ്ങനെ ചിരിച്ച് കളിച്ച് പോകണം. ഇതിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് വായിക്കാനുള്ള കഴിവൊന്നും ഇല്ല, അത് അവർക്ക് അറിയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അവർ കയറി വരുന്നത് ഈ ക്യാഷ് ചോദിക്കാനാണെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി എന്തൊക്കെയോ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഒരു ദിവസം എന്നോട് വന്നിട്ട് ഇവള് പറഞ്ഞു, നിങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സാധനം കൊണ്ടുപോകാൻ വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആയിക്കോട്ടെ. ഇപ്പോൾ നല്ല ബിസി, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഒരാൾ മാത്രമായത് കാരണം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരാൾ സ്റ്റാഫിനും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അത് എടുക്കാന്ന് പറഞ്ഞാൽ അത് എണ്ണി തിട്ടപ്പെടുത്തി അവരുടേതായിട്ടുള്ള കമ്പനി പേര് നോക്കിയിട്ട് നമ്മളെ മാക്സിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുത്ത് നോക്കി കണക്കും കാര്യം നോക്കാൻ തന്നെ അതിന് നിൽക്കണ ഒരു ദിവസം തന്നെ. അപ്പം നമുക്ക് ഈ വർക്കോടെ പെൻഡിങ് കൊടുക്കേണ്ട കൊടുക്കും വേണ്ട. ഞാൻ പറഞ്ഞു ഒരു ദിവസങ്ങൾ പോരി, അപ്പോഴത്തെ ഞാൻ ചെയ്ത് വെക്കാൻ തന്നെ. അങ്ങനെ ഒരു രാത്രി ഞാൻ ഹസ്ബൻഡും കൂടെ അത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ കണക്കും കാര്യമൊക്കെ ഇതാക്കി നല്ലൊരു കവറിലാക്കി കെട്ടി അത് വെച്ച് സാധനം വെച്ച് ഇവർ വന്നു ചെയ്ത് വരുന്ന. ഞാൻ അവരോട് പറഞ്ഞതെല്ലാം റെഡി ആക്കണം, നാളെ പോരി എന്നാണ്. അപ്പോൾ നാളെ രാത്രി പോരുന്നതാണ്. ഞാൻ രാത്രി എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥാപനം ഇട്ടിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിൽ വരുമ്പോൾ കസ്റ്റമർ ഉണ്ടാകുന്ന ഇങ്ങനെ ഒരു സംഭവം കെട്ടിയിട്ടാണ്ട് പോകും ഇതാക്കും. അപ്പോൾ നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് അവർക്ക് വേണ്ട, നമുക്ക് വേണ്ട, വരുന്ന കസ്റ്റമറിന് വേണ്ട വെച്ചിട്ടാണ്. രാത്രി ആകുമ്പോൾ കസ്റ്റമർ കുറയും, അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അപ്പം തന്നെ എന്തോ റോങ്ങിൽ കൂടെയാണ് പുള്ളിക്കാരൻ. ഞാൻ ഇപ്പം തന്നെ വരും, ഇപ്പോൾ അവിടെ ഉണ്ടാവില്ല എന്ന് വെച്ചു. ഞാൻ ഓക്കെ എന്നും പറഞ്ഞു. ആയിക്കോട്ടെ, വരികയാണെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ, നമ്മളിവിടെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ ബില്ലും കണക്കൊക്കെ. അങ്ങനെ എന്നിട്ട് ആ പുള്ളിക്കാരനും ഭാര്യയും കൂടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ബാക്കിയുള്ള ബാക്കി പീസോ അത് വിൽക്കാൻ തന്നാണല്ലോ, എന്നാൽ അതിൻ്റെ പൈസ ഇതുള്ളൂ. ഞാൻ പറഞ്ഞ് കണക്ക് ഞാൻ പറഞ്ഞു കൊടുത്തില്ല ആദ്യം തന്നെ. ഇതിൽ ഞാൻ നിങ്ങൾക്ക് തന്ന് 2000 തന്നിട്ടുള്ളൂ, 1000 ചില്ലാ റുപ്യാണ്, 1330 റുപ്യാണ്. അതിൽ 3300 രൂപ നിങ്ങൾക്ക് തരണം. ആ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് കിടക്കുന്ന പൈസ ആണ്. അതിങ്ങനെ കുറച്ചായിട്ട് വരുള്ളൂ. നമ്മൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കുറച്ചങ്ങോട്ട് മുണ്ടൊക്കെ വേണമല്ലോ. ഞങ്ങൾക്ക് ടീച്ചർമാരെന്നെ ഞങ്ങൾക്ക് തരും, ഒരു പൈസ തരത്തില്ല. പല സമയത്തായിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ പല സമയത്താണ് അവർ തരിക, അങ്ങനത്തെ ലെവലില്ല. പക്ഷെ ക്യാഷ്
ഫുള്ളായിട്ട് നമുക്ക് തരും ചെയ്യും. എത്ര നമ്മൾ പറയുന്ന അത്രയും അവർ തരുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് അവർ എത്തിപ്പെടില്ല, ചിലപ്പോൾ അവർ അക്കൗണ്ടിൽ ഉണ്ടാവില്ല, ചിലപ്പം അവർ മറന്നു പോകുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ ചോദിക്കലും പറയലില്ല. അവർ കാണുമ്പോൾ അവർ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് അവർ മറന്നു പോക്കില്ല, നമ്മളും മറന്നു പോക്കില്ല. ഇതുപോലെ തന്നെ നമ്മൾ പല ടീമിനോടും കസ്റ്റമർ വരുന്നുണ്ട്. ഇങ്ങനെ സംഭവം പിന്നെ എന്താ പറയുക, അപ്പോൾ കസ്റ്റമർ വന്നു, യൂണിഫോമിൻ്റെ സീസൺ ആയില്ലേ, അപ്പോൾ ബിസിയാണ്. ഷോപ്പിൽ നിന്ന് വോയിസ് കൊടുക്കാനോ അല്ല വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പോഴും കഴിഞ്ഞുള്ളൂ, ആളെടുക്കലും നാട്ടിലൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തതാണ് ഞാൻ. ആ ഹെൽപ്പ് ചെയ്തതിന് അവരിത് വാങ്ങാൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ആ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് റൈസായി. അവർ ഞാൻ തരില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയില്ലല്ലോ അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കഴിയുന്നതും അവരത് മാത്രമല്ല എൻ്റെത്. ഞാൻ പറഞ്ഞില്ല, സ്റ്റിച്ചിങ് അടക്കം നമുക്ക് പൈസ ബാലൻസ് കിടക്കുന്നുണ്ട്. അങ്ങോട്ട് കൊണ്ട് സ്വാഭാവികമാണ്, സ്ഥാപനമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റൊക്കെ ഒന്നും അങ്ങനെ ഇതാണ് കടുംപിടുത്തം പിടിച്ചാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നതാക്കലൊക്കെ വേണ്ടി വരും, അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണം. അപ്പോഴേ നമുക്ക് അവർ കസ്റ്റമർ പിന്നെയും വരുള്ളൂ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ടീം പുറത്ത് പോയതാണ്, വിസിറ്റിങ്ങിന് പോയതാണ്. അവരിപ്പോൾ വരും, പെരുന്നാളായിട്ട് വരുന്നു പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വേറെ ഒരു ടീം കോയമ്പത്തൂർ പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടുപോയതാണ് ഓരോരുത്തർ. അപ്പോൾ അതിൽ പെട്ടതാണ് പൈസ. അപ്പോൾ അവരെ പൈസ പുറത്ത് കിടക്കുന്നുണ്ട്, നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ അറിയില്ലല്ലോ ഇവർ ഇത്ര പെട്ടെന്ന് വരുന്നു, ഇതുപോലെ പൈസ വേണമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അവർ പറയേണ്ടിയിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് നിങ്ങൾ വിറ്റിട്ട് ഞങ്ങൾക്ക് ഇന്ന ദിവസം കൊണ്ട് ഇത് ക്യാഷാക്കി തരണം. ഞാൻ അവനെ പണിക്കാരനൊന്നുമല്ലല്ലോ. അപ്പോൾ അവന് ഫുള്ള് റൈസായിട്ട് ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ സംസാരം. നമ്മൾ അവരെ ഹെൽപ്പേ ചെയ്തിട്ടുള്ളൂ, നമ്മളെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. നമ്മളത് എടുത്തിട്ട് അവർക്ക് സാധനം വിറ്റ് കൊടുക്കുന്നു. ആ സമയത്തും അവരവിടെ റെസ്റ്റിലാണ്. ഓക്കെ, അവരെ മുതലിൻ്റെ പൈസ നമ്മൾ കൊടുക്കും, സംഭവമൊക്കെ ഓക്കെ, നമ്മൾ മേനത്ത് നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ പൈസയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് മനുഷ്യന്മാർ ഇന്നത്തെ കാലത്ത്. ഒരു നന്മ എല്ലാം പോയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒരു 2 അടി കൂടെ 1 അടി എക്സ്ട്രാ അടിച്ചിട്ട് പോക്കാണ്. കാരണം അത് നന്മ വിചാരിച്ച് ചെയ്യുമ്പോൾ മൂന്നാമത്തെ നമുക്ക് പണിയാണ് വരിക. ഞങ്ങൾ എന്തുകൊണ്ട് 1 അടി അടിച്ച് ഒന്നും കൂടെ അപ്പുറത്ത് അടിച്ചുവിടുകയെന്ന് വെച്ചിട്ടാവും പിന്നെ വരും. അതുപോലെ തന്നെ നമ്മൾ നന്നാക്കിയിട്ട് വേറെ എന്തെങ്കിലും അവർക്ക് ഇതാക്കി കൊടുക്കണമെങ്കിൽ അവർക്കത് വേറെ എന്തെങ്കിലും ആയിട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള പല 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 മനുഷ്യന്മാർ പല രീതിയിലാണ്. അപ്പം ഞാനത് പറയണം, എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം വന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞു, ഞാൻ ഈ നിൻ്റെ ക്യാഷ് തരാനുള്ളതും കൊണ്ട് ഞാൻ നാട് വിട്ട് പോകുന്നില്ല. ലാസ്റ്റ് ഇവന് റേസായപ്പം എനിക്ക് അത് കയ്യിൽ അവർ തന്നു കഴിഞ്ഞാൽ ഞാനിപ്പോഴും ഇവന് ഇത് നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ മറ്റുള്ളവർ കോൺടാക്ട് ചെയ്തിരുന്നു. അവർ ഓക്കെ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ അയച്ചു തരാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ അവർ വന്നിട്ട് തരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമർ നമ്മളൊക്കെ പോകും. അപ്പോൾ അത് കാരണം ഞാൻ വല്ലാതെ ആക്കം ചെയ്തില്ല. ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഇവനോട് അത് പറഞ്ഞു, ഞാൻ നിൻ്റെ ക്യാഷും കൊണ്ട് ഈ കട ഒഴിവാക്കി പോകുന്നൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല. 500 രൂപ കൊണ്ട് വരെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതിനെന്നെ വന്നിട്ടുണ്ട് ഈ സ്ഥാപനം സെറ്റ് ചെയ്ത് വരാൻ തന്നെ 1-2 ലക്ഷം വന്നിട്ടുണ്ട്. അഡ്വാൻസ് വേറെ ഇത്രയും ഇതൊക്കെ നമ്മൾ റിസ്ക് എടുത്തിട്ട് ഇത്രയും വൃത്തിയും ഇതൊക്കെ ഇതിലിട്ടിട്ട് ഇവൻ്റെ 3000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകുമ്പോൾ ഞാനിത് കൂട്ടിയിട്ട് പോകുന്നു. അപ്പോൾ അതായത് അവൻ്റെ ടീമുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടും അവനക്ക് ആ രീതിയിലുള്ള സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അവൻ ആ രീതിയിൽ നമ്മളോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞു ഞാൻ സാധനം എടുക്കുന്നു. ഇതൊക്കെ പിന്നെ ആദ്യം പറയേണ്ടിയിരുന്നു. ഇവൻ്റെ ഭാര്യനെ പറഞ്ഞയച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചതും. 2-3 വട്ടം ഭാര്യ മാത്രമാണ് വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവളും തമ്മിലാണ് ഡീലിങ്. പിന്നെ സാധനം കൊണ്ടുവരുമ്പോൾ മാത്രം ഓനും ഒന്ന് വന്നതേ ഉള്ളൂ. അവരോട് എഴുതാൻ പറഞ്ഞപ്പോൾ അവർ 2 ആളും കൂടി ഇരുന്നിട്ട് ഡയറിയിൽ എഴുതിയേ ഉള്ളൂ. അല്ലാതെ കൂടുതലൊന്നും ഒരു സംസാരം ഞാൻ വന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ ക്യാഷ് അയച്ചു കൊടുക്കുന്നത് ഇവൻ്റെ GPay നമ്പറിൽ അയച്ചു കൊടുക്കാനാണ് അവൾ പറഞ്ഞത്. അവളൊന്നും തന്നിരുന്നപ്പോൾ പറഞ്ഞു വേണ്ട ഇപ്പോഴത്തെ മതിന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ തന്നെ അതിൽ അയച്ചു കൊടുക്കാൻ കൂടുതൽ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പക്ക ഫ്രോഡ് തന്നെ പക്ക ഫ്രോഡ് കളിയാണ് നമുക്ക് കളിച്ചത്. ഓനെ ഇവിടെ ടാവട്ടം കണ്ടിട്ടുള്ള കളിയായിരിക്കും ഒരു പക്ഷേ കളിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ പക്കത് മാന്യത മര്യാദയിലും തന്നെ നമ്മൾ സംസാരിച്ചു. പിന്നെ അവന് പറയൽ കൊടുത്തി നിങ്ങൾക്ക് നിങ്ങൾ അത് ശരിയല്ല ഇത് ശരിയല്ല മറ്റേതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പിന്നെ 2-3 വട്ടം എൻ്റെ ഭാര്യ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഒന്നും പറഞ്ഞില്ല മിണ്ടിയില്ല. അപ്പം ഞാൻ ഹായിന്ന് വിട്ടപ്പോഴാണ് മിണ്ടിയത്. ഭാര്യ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവളോട് പറഞ്ഞത് ഇപ്പം ബിസിയാണ് 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടില്ല. ഇപ്പം ഈ രാത്രി ആയതുകൊണ്ടാണ്. പകൽ എത്ര നേരം ഞാൻ ഒരു വർക്ക് ചെയ്യുന്നിടത്ത് 3-4 വട്ടം എണ്ണീച്ച് പോകണം. അതുപോലെ നമ്മളതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകണം. പല രീതിയിലാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ബിസി ആയത് കൊണ്ടാണ്. പിന്നെ എനിക്ക് കുറേ പെരുന്നാളായിട്ട് കുറേ ടോപ്പുകൾ ചെയ്ത് വെക്കാനുണ്ട്. കുറച്ച് കട്ട് ചെയ്ത് തന്നെ കാണാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ട്. അപ്പം അതൊക്കെ ഈ ബിസിയായിട്ട് ഞാൻ അങ്ങനെ നിൽക്കണം. അപ്പോൾ ഇവൾ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അപ്പോൾ അവൾ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന്. അതുകൊണ്ട് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതേപോലെ എപ്പോഴെങ്കിലും വന്ന് ചാടുമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടാണ് ഹായ് വിട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നാളെ പോകുന്നോളൂ രാത്രി പോകുന്നോളൂ. അങ്ങനത്തെ അവൻ പറയുന്നത് ഞാൻ ഭാര്യ വന്നിട്ട് ഇത്രയും ദിവസം വന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ ഹായ് വിട്ടപ്പോൾ പറയാൻ മാത്രം ഞാനെന്താ അവനെ പേടിച്ചിട്ടോ.
അപ്പോൾ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. നന്മ ചെയ്ത് കൊടുത്തതാണ്. കിട്ടിക്കെടുക്കുന്ന സാധനം വിറ്റ് കൊടുത്തു. അത് നമ്മൾ കടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വിറ്റ് കൊടുത്തു. ഞാനിങ്ങനെ പലരും നമ്മളങ്ങനെ നമ്മളോട് ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം ഷോപ്പ് ഇട്ടപ്പോഴും ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, MAC സ്കൂളിലെ ടീച്ചർ, പിന്നെ സാറിൻ്റെ ടീച്ചർ വന്നിട്ട്. അവർ ഇതേപോലെ അവർക്ക് ഭയങ്കര ക്രേസാണ് പിന്നെ ഡ്രസ്സ്. പൈസ കഴിഞ്ഞിട്ടല്ല, നല്ല വരുമാനമാണ്, നല്ല പൈസക്കാരത്തിനൊക്കെയാണ്. പക്ഷെ ആ പുള്ളിക്കാരത്തി ഡ്രസ്സിനോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ആളെന്നെ ഡിസൈൻ ചെയ്തിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആളെന്നെ ഷോൾഡറൊക്കെ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ആയിരിക്കും, പക്ഷെ നല്ല ഡിസൈൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു ഇതാണ് ആൾക്ക്. എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് കുറേ തുണികൾ വാങ്ങിയിട്ട് ഞാൻ പലതും ചെയ്തിട്ട് എന്നിട്ട് എന്നോട് പറയും, കുറച്ച് കൊണ്ടുപോകുമോ, ഒന്ന് നോക്കുമോ, വെച്ച് നോക്കുമോ. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര ഞാൻ കട ഒഴിവാക്കുന്ന സമയത്താണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്. അതിനടുത്ത് പോയതെല്ലാം പോയി. അതിന് അനുസരിച്ച് മൂപ്പത്തേര് വന്നപ്പോൾ അന്ന് പിന്നെ GPay ഒന്നുമില്ല കേട്ടോ. അങ്ങനെ മൂപ്പത്തേര് വന്നാൽ അയച്ചു മൂപ്പത്തേർക്ക് കൊടുക്കും. അങ്ങനെ ആ ഒരു പരാതിയില്ല, ഒന്നുമില്ല. ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഞാൻ ഈ നാട് പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പത്തേര് കൊണ്ടുപോകണം. അല്ല മൂപ്പത്തേര് അറിഞ്ഞിട്ട് അവിടെ വെച്ചോ, ഞാൻ അവിടെ കൊണ്ടിട്ടൊന്നും ആവാനില്ല. ഇതിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും എടുക്കണമെങ്കിൽ ഒന്ന് പോയില്ലേ എന്ന്. ഇത് ആകെ അവിടെ അയക്കുന്നതിന് 2 മാസം കഴിഞ്ഞ് 3ാമത്തെ മാസമാണ്. അപ്പോഴേക്കും ഇവർക്ക് വിറ്റ് കൊടുക്കാൻ ഞാൻ ഇവരെ പണിക്കാരിയാണ്. നമ്മൾ ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ള നല്ല മോഡൽ സാധനങ്ങൾ തന്നെ കഴിഞ്ഞതും അവിടെ കിടക്കുന്നുണ്ട്. ഏതോ കാലത്ത് മേടിച്ചുള്ള സാധനങ്ങൾ ആൾക്കാർ കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ഡെഡായി കിടക്കുന്ന സംഭവങ്ങൾ നമ്മൾ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് അങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇവരെ സ്റ്റോക്ക് നമ്മൾ ഇത്രയും പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരാൾ പറയാൻ ആൾക്കാരെ നമ്മൾ വെച്ച് കെട്ടാൻ പറ്റുമോ? ഈ വെച്ച് കെട്ടിയതാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾ എടുത്തോളി എന്നൊക്കെ പറയും. ഇപ്പോൾ ക്യാഷില്ല എന്ന് പറയുമ്പോൾ എത്ര ഒന്നും എടുക്കാം, ക്യാഷില്ല എന്ന് പറയുമ്പോൾ അത് സാറില്ല, അപ്പോൾ എന്നാൽ കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളും അങ്ങനെ ആക്കും. ചിലത് എടുത്ത് കഴിഞ്ഞ് ബില്ല് എഴുതി കഴിഞ്ഞിട്ട് പറയും കമ്പനി വൈസിൽ അത് തരട്ടാം. പലതും അവർ തന്നിട്ടുള്ളതാണ്, പലതും നമ്മളായിട്ട് ഡിലേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ഓക്കെ എന്ന് പറയും. അങ്ങനത്തെ മനുഷ്യന്മാരാണ് മക്കളെ ഇന്ന് ലോകത്തെ. അപ്പം ഞാൻ കുറേ നീണ്ടു പോയിക്കണമെന്ന് അറിയില്ല, ഞാൻ കുറച്ച് ചുരുക്കിയിട്ട് പറയണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാം. ഓക്കെ, ഇതുപോലുള്ള സ്റ്റോറികൾ കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റോറി വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.